ഒരിടത്തൊരിടത്ത് ഒരു തത്തമ്മ ഉണ്ടായിരുന്നേ. ആ തത്തമ്മേനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. തത്തമ്മയുടെ കളർ അറിയത്തില്ലേ? നല്ല പച്ച കളറുള്ള ചിറകുകളും തൂവലും. പച്ചല്ല, ഗ്രീൻ കളറും പിന്നെ റെഡ് കളറും. അതെ, ഗ്രീൻ കളറുള്ള ചിറകും പിന്നെ നല്ല റെഡ് കളറുള്ള ചുണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു തത്തമ്മ കേട്ടോ. ഒരു ദിവസം ഉണ്ടല്ലോ, ഈ തത്തമ്മ ഇങ്ങനെ തീറ്റ തേടി നടക്കുമ്പോൾ തത്തമ്മയുടെ കാലിലൊരു മുറിവ് പറ്റി. തത്തമ്മയ്ക്ക് എന്തോ മുറിഞ്ഞു. തത്തമ്മയ്ക്ക് പിന്നെ അങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ല. തത്തമ്മയാണെങ്കിൽ വീണ് പോയി. തത്തമ്മ ഏറ്റു പതുക്കെ ഒന്ന് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നേയില്ല. അങ്ങനെ തത്തമ്മ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കും. ആരെങ്കിലും ഒന്ന് വരുമോ ഹെൽപ്പ് ചെയ്യാന്നോർത്തിരിക്കുമ്പോൾ ഒരു കൊച്ചയിലേ വന്നു കേട്ടോ. ഒരു കൊച്ചയില വന്ന് ആ കൊച്ചിനാണെങ്കിൽ ഇങ്ങനെ ഈ തത്തമ്മേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കൊച്ചി തത്തമ്മ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിൻ്റെ കാലിൽ അതാ ഒരു മുറിവ്. അന്നേരം ആ കൊച്ചു പതുക്കെ തത്തമ്മേനെ എടുത്ത് ആ കൊച്ചിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് പതുക്കെ ഈ തത്തമ്മയുടെ കാലിലത്തെ മുറിവൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ച് കെട്ടി അങ്ങനെ മുറിവ് കരിയുന്നവരെ തത്തമ്മേനെ അങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും തത്തമ്മ ഈ കൊച്ചൂടെ ഭയങ്കര കൂട്ടുകാരായി കേട്ടോ. അങ്ങനെ ഇത് മുറിവെല്ലാം കരിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചിന് പിന്നെ തത്തമ്മേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. കൊച്ചോർത്തെന്നാൽ പിന്നെ ഈ തത്തമ്മേനെ ഒരു കൂട് മേടിച്ച് അതിനകത്തിടാം. അപ്പോൾ എല്ലാ ദിവസവും കൊച്ചിന് തത്തമ്മേനെ കാണുകയും ചെയ്യാം, തത്തമ്മേനോട് കൂട്ടും കൂടാലോ എന്നോർത്തു. അങ്ങനെ ഈ കൊച്ചാണെങ്കിൽ ഒരു കൂടൊക്കെ വാങ്ങി അതിനകത്ത് ഈ തത്തമ്മേനെ ഇട്ടു. എന്നിട്ട് എല്ലാ ദിവസവും തത്തമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ കൊച്ചു നോക്കുമ്പോൾ തത്തമ്മ പിന്നെ പഴയ പോലെ കളിക്കുന്നൊന്നുമില്ല. തത്തമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുക എപ്പോഴും. എന്തിനാന്നറിയില്ല. അപ്പോൾ ഈ കൊച്ചോർത്തു, എന്നെ പറ്റി തത്തമ്മയ്ക്ക് എന്നാ പറ്റി, ഒരു സന്തോഷമില്ലല്ലോ, കളിക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അപ്പോൾ കൊച്ചോർത്തു തത്തമ്മയ്ക്ക് ചിലപ്പോൾ നല്ല ഭക്ഷണം വേണമായിരിക്കും, ഈ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരിക്കും തത്തമ്മയ്ക്ക്. അപ്പോൾ നല്ല കുറേ പഴങ്ങളും അങ്ങനെയൊക്കെ കുറേ പാലും എല്ലാം കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഈ കൊച്ചാണെങ്കിൽ തത്തമ്മയ്ക്ക് വേറെ നല്ല പഴങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്നും തത്തമ്മ സന്തോഷിക്കുന്നേയില്ല. അറിയില്ല, തത്തമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുവാണേ. എന്നിട്ട് ഈ കൊച്ചന്നേരം തത്തമ്മേനോട് ചോദിച്ചു, എന്ത് പറ്റി തത്തമ്മേ, നീ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പം എന്നാ നീ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കുന്നേ, നിനക്ക് എന്നാ ഇവിടെ കുറവ്, എന്താ പ്രശ്നം എന്ന് വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ തത്തമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, അത് ഞാൻ ഇത്രയും നാളും ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നല്ലോ പുറത്തോടെ. അപ്പോൾ എനിക്ക് എന്നെ ഈ കൂട്ടിലിട്ട് അടച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരും. എനിക്കാണെങ്കിൽ അങ്ങനെ പറന്ന് നടക്കാൻ കൊതിയാവുക. എൻ്റെ ഇപ്പം കാലയിൽ മുറിവൊക്കെ കരിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ പറന്ന് എല്ലായിടത്തോടെയും നടക്കാനും കാടും മലകളും പുഴകളും പൂക്കളെല്ലാം കണ്ടങ്ങനെ പറന്ന് നടക്കാനാണ് എനിക്കിഷ്ടം. ഈ കൂട്ടിലിങ്ങനെ ഇരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ല എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് തുറന്നു വിടാവോ എന്ന് ചോദിച്ചു. അന്നേരമാണ് ഈ കൊച്ചിന് മനസ്സിലാവുന്നത്, അയ്യോ ഇതും കൊണ്ടാണോ തത്തമ്മയ്ക്ക് ഇത്ര വിഷമെന്ന്. പക്ഷെ കൊച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടം. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ തത്തമ്മ പോയാൽ പിന്നെ കൊച്ചിന് പിന്നെ കളിക്കാൻ കൂട്ടില്ലല്ലോ. അവർ നല്ല ഫ്രണ്ട്സായില്ലേ. അന്നേരം കൊച്ചു തത്തമ്മയോട് പറഞ്ഞു, അയ്യോ നീ പോയാൽ എനിക്ക് പിന്നെ കളിക്കാനൊന്നും കൂട്ടില്ലല്ലോ, ഞാൻ എന്നാ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ തത്തമ്മ പറഞ്ഞു, അയ്യോ അതൊന്നും വിഷമിക്കണ്ട, ഞാൻ ഇന്നും വരാമല്ലോ നിൻ്റെ അടുത്ത്, നമുക്ക് ഒന്നിച്ച് കളിക്കാം, കൂട്ടുകൂടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊച്ചിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കൊച്ച് തത്തമ്മേനെ കൂട് തുറന്ന് പുറത്തേക്ക് അങ്ങനെ പറത്തി വിട്ടു. തത്തമ്മ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ പറന്ന് പോയി കേട്ടോ. പക്ഷെ എന്നാലും എല്ലാ ദിവസവും വരും ഈ കൊച്ചിൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ അവർ കുറേ നേരം കളിക്കും. വെറുതെ അതിലെ കൂടെ മുറ്റത്തോടെയൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കും. അങ്ങനെ എല്ലാ ദിവസവും തത്തമ്മ വരും. അവരങ്ങനെ സന്തോഷത്തോടെ കൂട്ടുകാരായിട്ട് അങ്ങനെ ജീവിച്ചു.